ഇന്ന് നമുക്ക് മൾബറി കൊണ്ട് അച്ചാറുണ്ടാക്കി നോക്കിയാലോ. മൾബറി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ചുവന്ന മുളക് ഇത്ര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ചുമക്കണം. ഇതിലേക്ക് ഞാനൊരു അല്പം കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം കായവും കൂടി ഇട്ടിട്ടുണ്ട്. ഉള്ളി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തീ കുറച്ചിട്ടു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അല്പം ഉലുവ വറുത്ത് പൊടിച്ചത്, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കാശ്മീരി ചില്ലി ഇത്ര ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ മൾബറിക്ക് ഭയങ്കര പുളിയാണ്. കാരണം ഞാനത് ആ പുളി ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തു. വിനാഗിരി ഒഴിച്ച ഈ അരപ്പൊക്കെ ചേർത്തത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മൾബറി ഇടുകയാണേ. ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. ഇപ്പോൾ നമ്മുടെ മൾബറി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ കെടുത്തിയിടുകയാണ്. നമുക്ക് വാങ്ങി ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ചില്ല് പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാം. നമ്മൾ അടുപ്പത്തു നിന്ന് ഇത് വാങ്ങുന്നതിന് മുമ്പ് ഇതിന് ഉപ്പും മുളകൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണേ. നോക്കിയിട്ട് പാകത്തിനല്ലെങ്കിൽ നമുക്ക് അല്പം കൂടെ അതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് വാങ്ങാം.